അപ്പോൾ നമ്മൾ നേരെ തുമ്പച്ചി കുരിശുമലയിലോട്ട് കയറുക കേട്ടോ. നമ്മുടെ തുമ്പച്ചി കുരിശുമലയിൽ നിന്ന് കാണാൻ പറ്റുന്ന അടിപൊളി ഒരു വ്യൂ തന്നെയാണ് കേട്ടോ. രാജേട്ടൻ്റെ അതിമനോഹരമായ ഗാനങ്ങളാണ്. ഓ സകലകല വല്ലഭന, ഒരു രക്ഷയില്ല കേട്ടോ. എൻ്റെ മോനെ നമ്മൾ തുമ്പച്ചി കുരിശുമല കയറാൻ വേണ്ടി നിൽക്കുക കേട്ടോ. ഇതേ വരുന്നത് കണ്ടോ, പഴയ ഒരു സാധനം. മോനെ എല്ലാം പ്രോയാണല്ലോ, എല്ലാവരും തകർക്കുക കേട്ടോ, എല്ലാവരും തകർക്കുക. ലൈറ്റിട്ട് കാണിച്ചാണ്ട്. അപ്പം നമ്മൾ നേരെ തുമ്പച്ചി കുരിശുമല കയറാൻ വേണ്ടി പോകാം കേട്ടോ. എല്ലാവരും ഉണ്ട്. നമ്മളെല്ലാം നേരെ ഒരു കയറ്റം. ഫുഡ് കഴിച്ചാൽ നേരെ വന്ന് തുമ്പച്ചി കുരിശുമല കയറണമെന്നാണ് അതിൻ്റെ കണക്ക്. അപ്പം നമ്മൾ നേരെ തുമ്പച്ചി കുരിശുമലയിലോട്ട് കയറുക കേട്ടോ. ഇവിടുന്ന് മേളിൽ ചെന്ന് കഴിഞ്ഞാൽ അടിപൊളി ഒരു വ്യൂ കാണാൻ പറ്റും. അത് കാണാൻ വേണ്ടി ഞങ്ങൾ പോകുന്നത് കേട്ടോ. ഒന്നും പറയണ്ട, അടിപൊളി വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളി ഒരു വ്യൂ തന്നെ കേട്ടോ. പണ്ട് ഞാൻ വന്ന് ഇവിടെ ഒന്ന് കയറിയതാണ്. ഇവരെ ഒന്ന് കയറ്റിട്ട് കേട്ടോ. ഇവർ നടക്കാനൊക്കെ ഭയങ്കര മടി ഇവർക്ക്. അപ്പം ഇവരെയൊക്കെ ഒന്ന് എങ്ങനെ ഉണ്ടെന്നുള്ള ഇവർ നടന്ന് നോക്കട്ടെ. അങ്ങോട്ട് കയറട്ടെ. സൈഡ് പിടിച്ച് കേട്ടോ, സൈഡ് പിടിച്ച് കയറുക. അപ്പോൾ ഇതൊക്കെ എന്തല്ലേ അപ്പോൾ നിസാരം. നമ്മുടെ തുമ്പച്ചി കുരിശുമലയിൽ നിന്ന് കാണാൻ പറ്റുന്ന അടിപൊളി ഒരു വ്യൂ തന്നെയാണ് കേട്ടോ. താഴെ കണ്ടോ റോഡിൽ കൂടെ വണ്ടിയൊക്കെ പോകുന്നത്. പറയൂ റോജ, നിനക്കെന്താണ് എന്നോട് പറയാനുള്ളത്? ഒന്നും പറയുന്നില്ല, ക്ഷീണിതനായി കേട്ടോ. ആ കയറ്റം കയറി മരിച്ച്. ബാൽക്കണിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ മോനെ നട്ടുച്ച വേലത്താണ് മുകളിലോട്ട് കയറി പോകുന്നത്. ഞാനും വരുക. ഒരു വ്യൂ കിട്ടുവാണെങ്കിൽ ഇവിടെയൊക്കെ ഉണ്ടല്ലോ മോനെ. ഈ ഫെബ്രുവരി മാർച്ച് നോക്കണ്ട, അല്ലാതെ നീ എപ്പോൾ വന്നാലും എന്നാ കോടയാന്നറിയാം ഇവിടെ എപ്പോഴും. ഇതിൻ്റെ താഴെയൊക്കെ വല്ലപ്പോഴും ഒന്ന് കാണാൻ കിട്ടുന്നേ. നല്ല വെയിലുണ്ട്, നമുക്ക് താഴോട്ടിറങ്ങാം. കരിഞ്ഞു പോവും. അതുവഴി എങ്ങനെയാണ് പോകുന്നത്? അപ്പോൾ നമ്മൾ താഴോട്ടിറങ്ങാം കേട്ടോ. താഴോട്ടിറങ്ങട്ടെ. ഭയങ്കര വെയില. ഇവിടെ ഒരു ചെറിയൊരു തണൽ ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു, അതുമില്ല. ഇനി നമുക്ക് അടുത്ത സ്ഥലത്ത് പോകുമ്പോഴെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. അവിടെ തണുപ്പുണ്ടല്ലേ. വാ നമുക്ക് ആ സൈഡ് വഴി പോകാം. ഇത് കണ്ടോ, ഇതുവഴി ഒരു വഴിയുണ്ട്, അതിൻ്റെ സൈഡിൽ കൂടെ പോകാം. ഇവിടെയൊക്കെ അന്യായം കോട ഉണ്ടായിരുന്ന സ്ഥലമാണ് കേട്ടോ. ഇപ്പോൾ കണ്ടോ വെയിലെന്ന് പറഞ്ഞാൽ വെയിൽ. എല്ലായിടത്തും തീ കത്തിച്ചേക്കുവാണല്ലോ, ഇവിടെയും തീ കത്തിച്ചേക്കും കേട്ടോ. കാട്ടുതീ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഇവർ തന്നെ കത്തിച്ചതാണ് കേട്ടോ, ആയിരിക്കണം. അല്ലെങ്കിൽ ഫോറസ്റ്റിൽ നിന്നുള്ളവരാരേലും കത്തിച്ചതോ ഒക്കെ ആവാം. നമുക്കിങ്ങനെ ഇറങ്ങി പോകാം. ആഹാ, ഓഹോ, വെയിലോട് വെയിൽ. ഓരോരുത്തർ വരുന്നുണ്ട് തലയിടിക്കാൻ. അപ്പൂൻ്റെയൊക്കെ തലയിടിക്കുന്നു ഓർന്ന് നിന്നാ. രാജേട്ടൻ്റെ തലയടിക്കും അല്ലേ? എൻ്റെ മോനെ എന്നാ പാറയുടെ കീഴ്വഴി. ഇവിടുന്ന് ജനിച്ച് അങ്ങോട്ട് പോയതായിരിക്കും. ഇതാണ് മോനെ ഇവിടുത്തെ വ്യൂ. തുമ്പച്ചി കുരിശുമലയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? വെയിലില്ലായിരുന്നെങ്കിൽ അല്ലായിരുന്നു. വെയിൽ നമ്മളെ തകർത്ത് കളയുന്ന വെയിലെന്ന് പറയുന്നത് അതിശക്തമായ വെയിൽ തന്നെ. പക്ഷേ എന്നാലും പ്രസംഗം കേൾക്കുവാടാ. ഓ റോജൻ കണ്ടോ, ഭക്തിയാ. ഫ്രണ്ടിൽ പോയിരിക്കുക കേട്ടോ. നീ ഇങ്ങനെ കറങ്ങി നടന്നോ കേട്ടോ.
അവനിരുന്നപ്പോൾ ശിഷ്യന്മാർ അടുത്തെത്തി. അവൻ അവരെ പഠിപ്പിക്കാൻ ആത്മാവിൽ സ്വർഗരാജ്യം ഉപയോഗിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ അവിശ്വസിക്കപ്പെടും, ആശ്വസിക്കപ്പെടും. ദൈവമേ, ഉമ്മാർക്കൊന്നും വായിക്കാനും അറിയത്തില്ല. എന്ത് പാടാ ഇരുന്ന് വായിക്കുന്ന കള്ളം ബൈബിള് വായിക്കാത്തവനൊക്കെ ഇരുന്ന് വായിക്കുന്നുണ്ടോ? എന്തുവാടാ മുഴുവൻ തെറ്റിക്കുന്നത് നീ? നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ എന്തുവാടാ നമുക്ക് കണ്ടുപിടിക്കുന്നില്ലേ? അടുത്തായി നമ്മുടെ രാജശേഖരൻ്റെ അതിമനോഹരമായ ഗാനമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. 1 2 3 സ്റ്റാർട്ട്. പവിഴം പോൽ പവിഴാതരം പോൽ പനിനീർ പൊന്മുകുളം പോൽ തുടുശോഭയെഴും നിറമുന്തിരിതൻ മുഖസൗരഭമോ പകർന്നു. പവിഴം പോൽ പവിഴാതരം പോൽ പനിനീർ പൊന്മുകുളം പോൽ. രാജേട്ടൻ്റെ അതിമനോഹരമായ ഗാനങ്ങളാണ്. ഓ, സകലകല വല്ലഭന, ഒരു രക്ഷയില്ല കേട്ടോ. ഓ, സൽമാൻ ഖാൻ്റെ ഒരു കാര്യം സമ്മതിക്കല്ലേ, വെച്ചലക്ക് കേട്ടോ. നീ ഏത് പാട്ടാ പാടുന്നേ? അപ്പോൾ അപ്പു ഏതാ പാട്ടുന്നേ? എടാ അപ്പു മറ്റേ പാട്ട് പാടറാ. ഇളനീർ കുടിക്കുകയാണോ? കുറച്ച്. എൻ്റെ മോനെ, തുമ്പച്ചി കുരിശുമലയിൽ കയറി എൻ്റെ ക്ഷീണം തീർക്കാൻ വേണ്ടി നമ്മൾ വേണ്ട മതി, മതി. എന്ത് വളയിട്ട് വലിച്ചു പറിക്കുന്നേ? അപ്പോൾ നമ്മൾ കരിക്കൊക്കെ കുടിച്ച് പതിയെ നമ്മൾ തുമ്പച്ചി കുരിശുമലയിൽ നിന്ന് താഴോട്ടിറങ്ങി കേട്ടോ. അപ്പം ഇതൊക്കെയായിരുന്നു നമ്മുടെ തുമ്പച്ചി കുരിശുമലയുടെ വിശേഷങ്ങളും കാര്യങ്ങളും. അവിടെ ഇപ്പോൾ വെയിൽ സമയമാണ്. ആരും ഫെബ്രുവരി മാർച്ച് സമയങ്ങളിലൊന്നും വരണ്ട, വെയിലുള്ള സമയത്തൊന്നും വരണ്ട. അല്ലാതെ വന്നാൽ അടിപൊളി ഒരു വ്യൂവും അടിപൊളി കോടയൊക്കെ ആയിട്ട് എപ്പോഴും തണുപ്പുള്ളൊരു സ്ഥലമായിട്ട് ഇത് അടിപൊളിയാണ്. അപ്പം ഇതൊക്കെയായിരുന്നു നമ്മുടെ തുമ്പച്ചി കുരിശുമലയുടെ വിശേഷങ്ങളും കാര്യങ്ങളും. നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ തന്നെ കുടിക്കുമോ. അടിപൊളി കിടുക്കാച്ച് വീഡിയോകൾ ഇനിയും വരുന്നുണ്ട്, കാണാൻ മറക്കല്ലേ. കുറച്ച് സർപ്രൈസ് വീഡിയോകളൊക്കെ അടുത്ത ദിവസങ്ങളിലെല്ലാം വരുന്നുണ്ട് കേട്ടോ. ഇതൊന്നും കാണാൻ മറക്കല്ലേ. കിടുക്കാച്ച് വീഡിയോയുമായി വീണ്ടും കാണും വരെ എല്ലാവർക്കും ബായ്. നമ്മുടെ പടക്കുതിരയൊക്കെ ഇവിടെ കിടപ്പുണ്ട്. രാജശേഖരൻ എന്ത് ചെയ്തിട്ടുണ്ട് കേട്ടോ. രാജശേഖരൻ നമ്മളോട് ആദ്യമായിട്ടാണ് രാജശേഖരൻ നമ്മളോടത്ത് വരുന്നത്. നമ്മൾ അടിച്ച് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്തടുത്ത സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. നല്ലൊരു ഫ്രെയിം അല്ലേ, നല്ല ഒരു വെട്ടം അല്ലേ. ബൈ.